എന്നും ഒരേ രീതിയിലുള്ള ഒഴിച്ചുകറി ചോറിൽ ഒഴിക്കാനായിട്ട് വെച്ച് നമ്മൾ മടുത്ത് കാണും അല്ലേ? ഇതൊരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിൽ ഒഴിച്ച് കഴിക്കാൻ ബെസ്റ്റ് ഡിഷാണ്. ഇത് മാത്രം മതി, വേറെ ഒന്നും സൈഡിലൊന്നും നമുക്ക് വേണ്ട ചോറുണ്ണാനായിട്ട്. ഇരട്ടി ചോറ് കഴിച്ചു. ഞാനിന്ന് ഉച്ചയ്ക്ക് ഇത് മാത്രം വെച്ചാണ് ഉണ്ടത്. ഇപ്പോഴും നാവിൽ നിന്ന് ടേസ്റ്റ് പോയിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കൈ ചെറിയ ചെറിയ ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു ചെറിയ തുണ്ട് ഇഞ്ചിയും ഒരു 7-8 പല്ല് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഒരു 2-3 പച്ചമുളക് എടുത്ത് വയ്ക്കാം. ഒരു 2 തക്കാളി എടുത്ത് വയ്ക്കാം. ഇത്രയും മതി. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് കടുക് താളിച്ചതിന് ശേഷം ആദ്യം ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കണേ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇത് അത്യാവശ്യം ഒരു നന്നായിട്ടൊന്ന് വരണ്ട് വരുന്ന ആ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ഇല്ലേ, നല്ല പഴുത്ത തക്കാളി ആണെങ്കിലാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കണം. ആ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ഇടാം, കാരണം അതിന് എരിവ് കുറവായിരിക്കുമല്ലോ. ഇനി അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു തവിയുടെ മൂടങ്ങാണ് വെച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഗ്രേവിക്ക് ഒരു നല്ലൊരു തിക്നെസ് കിട്ടും. അങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നോൺ സ്റ്റിക്ക് പാത്രം ഒന്നും ഡാമേജ് ആകാതെ വളരെ ജെൻറ്റിലായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം ഒരല്പം പുളി വെള്ളത്തിലിട്ട് അലിയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മുട്ട വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒഴിച്ചുകറി റെഡിയാണ്. ഇത് മാത്രം ചോറിലൊഴിച്ച് നിങ്ങൾ ഒരു ദിവസം ഒന്ന് ചോറുണ്ട് നോക്കണേ. സൈഡിൽ കൂട്ടുകറികളൊക്കെ വെച്ച് ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാതെ പോകും. ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ നാവിലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് മാത്രം വെച്ച് ചോറിടണം. സൈഡ് കറികളൊക്കെ വെച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് മാത്രം ഒഴിച്ച് ചോറിടണം എന്നാണ് പറഞ്ഞത്. അപ്പം നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.